പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ കോട്ടയം നഗരസഭയിലേക്ക് ബി.ജെ.പിയുടെ പ്രതിഷേധം. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ടോബി, എന്താണ് വിവരങ്ങൾ? വേണു, അല്പസമയം മുമ്പാണ് ബി.ജെ.പിയുടെ കൗൺസിലർമാരും അതുപോലെ തന്നെ ബി.ജെ.പി ജില്ലാ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ ഈ നഗരസഭ കവാടത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നത്. ഈ മാർച്ച് ഗേറ്റിന് മുന്നിൽ, അതായത് കവാടത്തിന് മുന്നിൽ തന്നെ തടയാൻ പോലീസ് ശ്രമിച്ചു. ഗേറ്റ് താഴിട്ട് പൂട്ടിയിരുന്നു. പക്ഷേ ആ ഗേറ്റ് തള്ളി തകർത്ത് പ്രവർത്തകർ നഗരസഭയ്ക്കുള്ളിലേക്ക് കടക്കുകയായിരുന്നു. ഇപ്പോൾ നഗരസഭ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസുമായി ഉണ്ടും തള്ളും ഉണ്ടാവുകയും ചെയ്തതിനിടയിൽ എന്തായാലും ഇപ്പോൾ കൗൺസിലർമാരും അതുപോലെ തന്നെ ബി.ജെ.പി പ്രവർത്തകരും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 3 കോടിയിലധികം രൂപയാണ് അഗസ്തി വർഗീസ് എന്ന് പറയുന്ന ആ ഒരു തട്ടിപ്പ് നടന്നതെന്നാണ് സെക്രട്ടറിയുടെ കണ്ടെത്തൽ. അതേക്കുറിച്ച് വലിയ വിവാദത്തിലേക്ക് പോയിരുന്നു. ഇന്നലെ CPM പ്രവർത്തകരും കൗൺസിലർമാരും പ്രതിഷേധവുമായി വന്നിരുന്നു. ഇന്നും CPM കൗൺസിലർമാർ പ്രതിഷേധം നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ബി.ജെ.പി പ്രവർത്തകരും കൗൺസിലർമാരും എല്ലാം ഈ പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. ഒരു സംഘർഷ സമാനമായ സാഹചര്യം തന്നെയാണ് നഗരസഭയ്ക്ക് മുന്നിൽ ഉള്ളത്. നഗരസഭയ്ക്ക് ഭരണം നടത്തുന്ന UDF അടക്കം ഈ തട്ടിപ്പിന് ഉത്തരവാദിത്വം പറയണം, അല്ലെങ്കിൽ മറുപടി പറയണമെന്നൊരാവശ്യമാണ് ബി.ജെ.പി പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പെൻഷൻ തട്ടിപ്പ് വിഷയത്തിൽ കോട്ടയം നഗരസഭയിലേക്ക് ബി.ജെ.പിയുടെ മാർച്ചിൽ നേരിയ തോതിലുള്ള സംഘർഷം. നഗരസഭയുടെ ഗേറ്റ് തകർത്ത് പ്രതിഷേധക്കാർ ഇപ്പോൾ അകത്ത് കയറി കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയാണ്.